മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടി നൽകി KPCC അധ്യക്ഷൻ K. സുധാകരൻ. രമേശ് ചെന്നിത്തല ഇന്നലെ വന്ന രാഷ്ട്രീയ നേതാവല്ലെന്നും മുഖ്യമന്ത്രിയാകാൻ അയോഗ്യതയില്ലെന്നും K. സുധാകരൻ പറഞ്ഞു. VD സതീശനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിനെതിരെയും സുധാകരൻ പ്രതികരിച്ചു. വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ശരിയായില്ല, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു. VD സതീശൻ അഹങ്കാരിയായ നേതാവാണ്, പക്വതയും മാന്യതയുമില്ല. സതീശൻ പ്രതിപക്ഷ നേതാവായതോടെ പാർട്ടിയിൽ ഗ്രൂപ്പുകൾ കൂടിയെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം. അധികാര വടംവലിക്ക് വേണ്ടി എല്ലാം കളഞ്ഞുകുളിക്കുന്ന പാർട്ടിയല്ല ഞങ്ങളുടേത്. രമേശിന് സംസ്ഥാനത്ത് വേണമെങ്കിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാം. വെള്ളാപ്പള്ളിയെ ഞങ്ങൾ വിചാരിച്ചാൽ നല്ല നടപ്പ് നടത്താൻ കഴിയുമോ എന്നും KPCC അധ്യക്ഷൻ ചോദിച്ചു. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരായ CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ പരാമർശത്തിനെതിരെയും K. സുധാകരൻ വിമർശനം ഉന്നയിച്ചു. വിജയരാഘവന് ലജ്ജയില്ലേ? എന്ത് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് വിജയരാഘവന്റെ പ്രിയങ്കയ്ക്ക് എതിരായ പ്രസംഗം? വിജയരാഘവനെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി തിരുത്തുന്നില്ലെന്നും K. സുധാകരൻ ചോദിച്ചു. അംബേദ്കറെ അപമാനിച്ച അമിത്ഷായുടെ പ്രസംഗം അപലപനീയമാണെന്നും കോൺഗ്രസ് നേതാവ് പ്രതികരിച്ചു. ജനാധിപത്യത്തിനെതിരായ കൊലവിളിയാണ് അമിത്ഷായുടെ പ്രസംഗമെന്നും K. സുധാകരൻ പറഞ്ഞു. മാടായി കോളേജ് നിയമന വിവാദത്തിൽ ഇരുകൂട്ടരുടെയും സസ്പെൻഷൻ പിൻവലിക്കും. നിയമനത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഭരണസമിതിയാണ്. അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും സുധാകരൻ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.